എല്ലാ മച്ചന്മാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വാറിൽ ഓരോ ക്യാരക്ടേഴ്സും ആരോടെയൊക്കെ ആയിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് പല കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് നോക്കുന്നതിനുണ്ട് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഫൈനൽ വാർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൂഫി പൈററ്റ് കിങ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സുമായിട്ടുള്ള ഫൈറ്റ് അതിന് മുമ്പ് തന്നെ നമ്മുടെ ലൂഫിയുടെ കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റുമായിട്ടാണ് നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ഗ്രാൻഡ് ഫ്ലീറ്റും ഒക്കെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മേജർ ഫൈറ്റ്സിൽ നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സ് നേരിടാൻ പോകുന്ന ഓരോരുത്തരുടെ എനിമീസിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ആരൊക്കെയാണുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഇമൂസമ, 5 എൽഡേഴ്സ്, ഹോളി നൈറ്റ്സ്, അതുപോലെ അക്കൈനു, പിന്നെ ഗ്രീൻ ബുള്ള്, പിന്നെ ഒരുപാട് വൈസ് അഡ്മിറൽസും അതുപോലെ തന്നെ ഒരുപാട് നേവി ഓഫീസേഴ്സും ഉണ്ടാകും. ഈ ഫൈനൽ വാറിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഫൂച്ചിഡോറ, അതുപോലെ തന്നെ ഗാർപ്പ്, അതുപോലത്തെ കോബി, ഇവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൂഫിയുടെ കൂടെയായിരിക്കും ഉണ്ടാകും. കാരണം ഇവരൊക്കെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ട്രൂത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. നമ്മുടെ ഈ ഫൈറ്റിൽ 5 എൽഡേഴ്സിനെ തന്നെ നമുക്ക് ആദ്യം കവർ ചെയ്തേക്കാം. 5 എൽഡേഴ്സിൽ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മെമ്പറാണ് നമ്മുടെ നെസ്റ്റീറോ. ഈ ക്യാരക്ടേഴ്സ് ഒരു സ്പോർട്സ്മാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോറോ ആയിരിക്കും ഈ ക്യാരക്ടറിനെ നേരിടാൻ പോകുന്നത്. ഇപ്പോൾ സ്പോർട്സ്മാനായിട്ട് ഗാർലിംഗ് ഫിയർലൻഡും ഉണ്ടെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ സോറോ നേരിടാൻ ചാൻസ് നെസ്റ്റീറോനെയാണ് എന്നാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഹെഗഡിൽ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ നെസ്റ്റീറോവും അതുപോലെ തന്നെ സോറോവും തമ്മിൽ ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ വേറിൽ വേണമെങ്കിൽ നമ്മുടെ നെസ്റ്റീറോനെ നേരിടാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ സോറോ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡ് വളരെ പവർഫുള്ളാണ്. നമുക്കറിയാം നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്തെ സ്കാറൊക്കെ വരുത്തിയത് നമ്മുടെ ഗാർലിംഗ് ആണ്. ഇപ്പം നമ്മുടെ ഗാർലിംഗ് 5 എൽഡേഴ്സിലൊരു മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർലിങ്ങിന് നമ്മുടെ 5 എൽഡേഴ്സിനുള്ളതുപോലെ തന്നെ റീജനറേഷനും അതുപോലെ തന്നെ നമ്മളെ യോങ് കൈ ഫോമും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ മൂസാമ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ ഗാർലിങ്ങിൻ്റെ മകനായിട്ടുള്ള ഷാങ്സ് ആണ്. നമുക്കറിയാം ഗാർലിംഗ് വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ ഷാങ്സിന് മാത്രമേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ലൂഫിൻ്റെ കൂടെ ഉള്ളതിൽ ഗാർലിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ നമ്മുടെ സാഞ്ചി നേരിടാൻ ചാൻസ് ഉള്ളത് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരാളെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ 5 എൽഡേഴ്സിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ആളെ നമ്മുടെ സാഞ്ചി നേരിടുന്നതായിരിക്കും. ചിലപ്പോൾ അത് ജൂപ്പിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കാം. പിന്നെ ബാക്കിയുള്ള 2 മെമ്പേഴ്സ് കൂടെയുണ്ട് 5 എൽഡേഴ്സിൽ. ഇവരെ നേരിടാൻ ചാൻസ് ഒന്ന് നമ്മുടെ കിഡുല്ലോ. ഇവർ 2 പേരും അപ്പോഴത്തേക്ക് റിട്ടേൺ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരുത്തർ നമ്മുടെ 5 എൽഡേഴ്സിനെ നേരിടുന്നതായിരിക്കും. ലോഡ് റിട്ടേൺ എന്തായാലും ഉറപ്പാണ്. നമ്മുടെ കിഡിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ പിന്നെ നമ്മുടെ അഡ്മിറൽസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കീസരു, ഗ്രീൻ ബുള്ള്, എനിക്ക് തോന്നുന്നത് ഫൂച്ചിഡോറ ഈ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡ് വിട്ട് പോയിട്ടുണ്ടാകുമെന്നാണ്. ചിലപ്പോൾ കീസരുവും പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോഴും കീസരു നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഏഡ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ ബുള്ളിനെ നേരിടാൻ ചാൻസ് ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ മൊമനോസ്കിയാണ്. നമുക്കറിയാം നമ്മുടെ ഗ്രീൻ ബുൾ ഒരിക്കലും വാനോലി വന്നിട്ട് അവിടെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ വാറിൽ ഒരു പക്ഷേ നമ്മുടെ മൊമനോസ്കി നമ്മുടെ ഗ്രീൻ ബുള്ളായിട്ടൊരു ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഒരു പക്ഷേ ഈ ഫൈറ്റിൽ നമ്മുടെ യാമട്ടോവും നമ്മുടെ മൊമനോസ്കിനെ സഹായിച്ചേക്കാം. പിന്നെയുള്ളത് നമ്മുടെ കീസരുവാണ്. കീസറുവിൻ്റെ ഒരു ഓപ്പണൻറ്റ് എനിക്ക് അത്ര ആലോചിച്ചൊന്നും കിട്ടുന്നില്ല. പക്ഷേ കീസറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് എനിക്ക് പെർട്ടിക്കുലറായിട്ട് ആരെയും കിട്ടുന്നില്ല. പക്ഷേ ഞാനിത് നമ്മുടെ സെൻറ്റമാറു അല്ലെങ്കിൽ കൂസാൻ ഇവർ ആരെങ്കിലും ഒരുത്തർ നമ്മുടെ കീസരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ്. കാരണം കീസരുവിന് ഒരു പറ്റിയ ഓപ്പണൻറ്റ് എനിക്ക് ആരെയും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെയുള്ളത് നമ്മുടെ സെറാഫിംസാണ്. ഇത് വീഡിയോൻ്റെ തുടക്കത്തിൽ എന്നോട് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിലുള്ള ആണെന്ന് പറയാൻ മറന്നു പോയിരുന്നു. ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഓരോ സെറാഫിംസും ആരുടെ ക്ലോണാണോ അവരുമായിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ സെറാഫിംസിനെ നേരിടാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ലൂഫിൻ്റെ സൈഡിലുണ്ടെന്ന്. ഫൈനൽ വാറിൽ എന്തായാലും നമ്മുടെ ക്രോസ് ഗിൽഡ് നല്ല ക്രൂഷ്യലായിട്ടുള്ള റോൾ വഹിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെറാഫിംസിലായിട്ടുള്ള പല ക്യാരക്ടേഴ്സും നമ്മുടെ ക്രോസ് ഗിൽഡിലുണ്ട്. ഇനിയിപ്പോൾ ക്രോസ് ഗിൽഡ് റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഫൈനൽ വാറിൽ നമ്മുടെ ലൂഫിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ലൂഫിയുടെ സൈഡിലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെയുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ അക്കൈനു. നമുക്കറിയാം അക്കൈനുമായിട്ടുള്ള ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൺ പീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ അക്കൈനുമാണ് നമ്മുടെ ലൂഫിയുടെ ബ്രദറായിട്ടുള്ള എയ്സിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ അക്കൈനുമായിട്ട് ആര് ഫൈറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലൂഫി പക്ഷേങ്കിലെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാബുവും വന്നിട്ട് ഫൈറ്റ് ഏറ്റെടുക്കുന്നതായിരിക്കും. കാരണം മറ്റൊന്നല്ല, സാബുവും നമ്മുടെ എയ്സിൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പോൾ ആര് റിവെഞ്ച് എടുത്താലും അത് മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ സാബുവായിരിക്കും അക്കൈനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹോളി നൈറ്റ്സ് അതുപോലെ തന്നെ ഇമോസാമയുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹോളി നൈറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ റെവല്യൂഷണറി ആർമി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് മാച്ചപ്പ് ഒന്നും വേണ്ട. ഷെംറോക്കുമായിട്ട് നമ്മുടെ ഡ്രാഗനായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്.
പിന്നെയുള്ളത് നമ്മുടെ ഇമൂസമ്മയെ നേരിടാൻ പോകുന്നത് നമ്മുടെ ജോയ് ബോയ്, നമ്മുടെ സൺ ഗോഡ് നിക്ക, അതുപോലെ തന്നെ നമ്മുടെ ലൂഫി, പാരറ്റ് കിങ്, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ലൂഫി ആയിരിക്കും. ഈ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ലൂഫി തൻ്റെ ഡബിൾ ഫ്ലോട്ടിൻ്റെ ഒരു 80% പവേഴ്സെങ്കിലും മാസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ തൻ്റെ ഹാക്കിയും എല്ലാം തന്നെ വളരെ പവർഫുള്ളായി മാറിയിട്ടുണ്ടാകും. എന്നാൽ മാത്രമേ നമ്മുടെ ലൂഫിക്ക് ഇമൂസമ്മയെ നേരിടാൻ പറ്റുന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഫൈറ്റിൻ്റെ ഔട്ട്കംസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ പലരും ഡിഫീറ്റഡ് ആകുക, അതുപോലെ തന്നെ പലരും ജയിക്കുക, അതുപോലെ തന്നെ ഈ ഫൈറ്റ് നടക്കണമെന്ന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് ഔട്ട്കംസ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതിരെ ബൈ ബൈ.